ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെയായിട്ടുണ്ടാവണം. അനുമോൾക്കെതിരെയുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. ആ സമയത്തൊന്നും ഷാനവാസ് സംസാരിച്ചില്ല. കാരണം ഷാനവാസിനറിയാം ആ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഷാനവാസ് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ബിൻസിയും അപ്പാനിയൊക്കെ ഷാനവാസിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കേട്ട് നിന്നു. അതിനുശേഷം രാത്രി ബെഡ്റൂമിൽ ആദിലയും നൂറയും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അനുമോളെ മുന്നിൽ നിന്നൊക്കെ കുത്തി അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശാരികയുണ്ട്. അപ്പം ശാരിക ഇങ്ങനെ പറയുകയാണ് അവിടെ നിന്നിട്ട്, ഗെയിം അവൾ കളിച്ചോട്ടെ, പക്ഷേ മറ്റൊരാളുടെ ലൈഫിനെ വെച്ച് കളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് ഷാനവാസ് ഇടപെടുന്നത്. ഷാനവാസ് അനുമോളിന് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് ഇതിനെ പറ്റിയിട്ട് അവരോട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഒന്നും താല്പര്യമില്ല. ഞാനൊരു 4 ദിവസം ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോവും. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ആർക്കൊക്കെയാണ് സംസാരിക്കണമെങ്കിൽ വാ, ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പാനിയുടെ പറ്റി പറയുന്നുണ്ട്. അപ്പാനി ഇതങ്ങാൻ പൊക്കി പിടിച്ച് പുറത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പാനിക്ക് തന്നെയാണ് അത് കുഴപ്പം. അവനറിയും. അക്ബറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അക്ബർ ഇപ്പോൾ പടച്ചു വിട്ടതും കാണിച്ച് അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട്. കാര്യം ഇന്നലത്തെ ഇഷ്യൂലും അപ്പാനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട്. പക്ഷെ ബിൻസിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അപ്പാനിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ പങ്കുവഹിച്ച ഒരാൾ അക്ബറാണ്. അക്ബർ പറയണം, അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ അത് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാനവാസ് ശാരികയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരാളുടെ കുടുംബം നോക്കണമെന്ന് പറയുമ്പോഴോടൊപ്പം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും നോക്കണ്ടേ, എനിക്കൊരു കുടുംബമുണ്ട്, ഇതൊരു ഷോ ആണ്, നമ്മളങ്ങനെ നിൽക്കണ്ടേ, ഒരു പരിധിയിലെല്ലാത്തിനെന്ന് പറയുന്നുണ്ട്. അപ്പം ശാരിക പറയുന്നുണ്ട്, അല്ല അങ്ങനെ പറയും, അവളുടെ താളത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അങ്ങനെ പറ്റില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരെന്തെങ്കിലും കണ്ടിട്ടാണല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് സംസാരിക്കാനായിട്ട് അവരുത്തുന്നത് എന്തിനാണ്? എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ അതിന് നിൽക്കുന്നുണ്ട്, എനിക്ക് ഫാമിലി ഉള്ളതല്ലേ എന്ന് ചോദിച്ച് ഷാനവാസ് വളരെ കറക്റ്റായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കാതിരുന്നത്, ഡിഫെൻഡ് ചെയ്യാണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് നിങ്ങളൊക്കെയാണ് പറഞ്ഞത്. ആദില, നൂറ, ശൈത്യ ഇവരൊക്കെ കൂടിയിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആദിലയ്ക്ക് മനസ്സിലായി അവിടെ ഒരു പ്രശ്നമാണെന്നുള്ളതിൽ ആദില പറയാം. അതൊക്കെ അവള് നമ്മളോട് ആ രീതിയിൽ പറയും. അപ്പം നമ്മൾക്കും അങ്ങനെ നോക്കുമ്പോൾ തോന്നും എന്നുള്ള രീതിയിൽ അപ്പോഴും ആദില അനുവിനിട്ടാണ് കുത്താനായിട്ട് ശ്രമിക്കുന്നത്. ആദില പണ്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആദിലയുടെ പഴയ സംസാരങ്ങൾ കേട്ടാൽ നമുക്കറിയാം, ആദിലയ്ക്ക് ജയിക്കാനായിട്ട് ഏത് എക്സ്റ്റെൻഡ് വരെയും പോവും, എന്തും വിളിച്ച് പറയുന്ന ഒരാളാണ് ആദില. അപ്പോൾ എന്തായാലും ഷാനവാസ് വളരെ ഗെയിം രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. കാരണം ഷാനവാസിന് ഗെയിം നോക്കണം. ഇനി 4 ദിവസമുള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോയി ഷാനവാസിന് പുറത്തൊരു ഫാമിലി ഉണ്ട്. ഇപ്പം ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് എന്തൊക്കെ അറ്റാക്ക് വരും എന്നുള്ള രീതിയിൽ എല്ലാ ആംഗിളിൽ നിന്നും ഷാനവാസ് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ബുദ്ധിയുള്ളൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ 4 ദിവസം കഴിയട്ടെ, അതിനുശേഷം ആർക്കൊക്കെയാണ് മറുപടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് ഷാനവാസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഷാനവാസിനറിയാം അനുവിനെ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഇത് വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശൈത്യ തന്നെയാണ് ഷാനവാസിനോട് പറഞ്ഞത്, ജയിലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആദിലയും നൂറയും സംസാരിക്കുന്നുണ്ട്, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അവസാനം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അനുവിനെ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അപ്പാനി അനുവായിട്ടുള്ളൊരു ഇഷ്യൂ, അത് ഭയങ്കര റേസായി സംസാരിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾ കാരണം ഒരു കുട്ടി ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവർക്കറിയാവുന്നത് നേരിട്ട്. ബാക്കി എൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാം ഇനി ഇവർ പുറത്തിറങ്ങുമ്പോൾ അപ്പാനിയൊക്കെ വെറുതെ ആവശ്യമില്ലാതാണ് അപ്പാനിയിൽ ഇടപെട്ടത്. അപ്പാനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു, ബിൻസി വേണമെങ്കിൽ സംസാരിച്ചു എന്നുള്ള രീതിയിൽ. ഇത് അപ്പാനിയാണ് അനുമോളെ വിളിച്ചവിടെ കൊണ്ടുവന്ന് ഇരുത്തി, പിന്നെ ബിൻസിനെ വിളിച്ചു. അപ്പം അപ്പാനി ഇതിന് മുൻകൈ എടുത്തു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി പുറത്തിറങ്ങുമ്പോൾ അപ്പാനി വിട്ട കേസാന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ കുത്തി പൊങ്ങാനായിട്ട് ചാൻസസ് ഉണ്ട്. എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും കുറേ ആളുകൾ കയറാനുണ്ട്. അവർ ഈ കഴിഞ്ഞ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ അവരിലുണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം അഭിഷേകും അനുവിനടുത്ത് പറയുന്നുണ്ട്, ഇനി ആൾക്കാർ വരുന്നുണ്ട്, ജിസേൽ, ആര്യൻ, ബിന്നി, ഇതെല്ലാം നിനക്കെതിരെയാണ്, എല്ലാം നിന്നെ ടാർഗറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു ചോദിക്കുന്നത്, എന്തിനാണ് എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? അത് എനിക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കൊന്നും തുറന്ന് പറയാൻ പറ്റില്ല. ഒന്ന് വിചാരിച്ചോ, നീ 4 ദിവസമുള്ളൂ, നീ സ്ട്രോങ് ആണ്, കളിച്ച് ജയിക്കാൻ നോക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നീ അപ്പം അതിൽ നിന്ന് അനുമോൾ ഊഹിച്ചെടുക്കണം. കാരണം എനിക്ക് നല്ല സപ്പോർട്ട് പുറത്തുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മുടെ അഭിഷേക് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഷാനവാസ് അനുമോൾക്ക് അനുകൂലമായി തന്നെയാണ് ഇന്നലെ, എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും
പറഞ്ഞത്. അത് ഷാനവാസിൻ്റെ ഒരു ഗെയിം.